മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം നമുക്ക് കാണാം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. 2 വൃദ്ധന്മാർ ദിവ്യനാടുകൾ സന്ദർശിക്കാൻ പോയ കഥ ടോൾസ്റ്റോയ് പറയുന്നു. ഒരാൾ ധനികനും അപരൻ ദരിദ്രനുമായിരുന്നു. ധനിക വൃദ്ധൻ ഇടപാടുകളെല്ലാം ഒരുവിധം ഒതുക്കി യാത്രയ്ക്ക് തയ്യാറായി. അതിലും എത്രയോ മുമ്പേ ദരിദ്ര വൃദ്ധൻ തയ്യാറായതാണ്. രണ്ടുപേരും കൂടെ ഒടുവിൽ യാത്രയായി. ജെറുസലേമിന്റെ അടുത്ത ഗ്രാമത്തിൽ അവരെത്തി. അവിടെ രോഗബാധിതരായ നിർധന കുടുംബത്തെ അവരിരുവരും കണ്ടു. തന്റെ സഹായം അവിടെ അത്യാവശ്യമാണെന്ന് ദരിദ്ര വൃദ്ധന് തോന്നി. എന്നാൽ ധനിക വൃദ്ധൻ പറഞ്ഞു, പാടില്ല, നമ്മൾ തീർത്ഥാടനത്തിന് വന്നവരാണ്. ദരിദ്രവൃദ്ധൻ മറ്റേയാളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ്, പക്ഷേ ആ തീർത്ഥാടനത്തെക്കാളും ഇവിടെയാണ് നമ്മുടെ ആവശ്യമെന്ന് തോന്നിയതുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ജെറുസലേമിൽ കണ്ടുമുട്ടാം. ധനികവൃദ്ധൻ ഒറ്റയ്ക്ക് യാത്രയായി. ദരിദ്രവൃദ്ധൻ വൃത്തിഹീനമായ ആ കുടിൽ അടിച്ചുവാരി ഓരോരുത്തരെയും ശുശ്രൂഷിച്ച് കുറെ നാൾ അവിടെ കഴിഞ്ഞു. അവരുടെ രോഗമെല്ലാം മാറിത്തുടങ്ങി. അപ്പോൾ ദരിദ്രവൃദ്ധൻ തിരികെ സ്വന്തം വീട്ടിലേക്ക് പോയി. ധനികവൃദ്ധൻ ജെറുസലേമിലെത്തി. ധാരാളം ജനങ്ങളെ കൊണ്ട് വിശുദ്ധ സ്ഥലവും മറ്റും നിറഞ്ഞിരുന്നു. അങ്ങകലെ ബലിപീഠത്തിൽ തന്റെ കൂടെ യാത്ര ചെയ്ത ദരിദ്രവൃദ്ധനെ കണ്ട ധനികവൃദ്ധൻ അമ്പരന്നു. വിശുദ്ധ കുർബാനയിൽ അയാളും പുരോഹിതരെ സഹായിക്കുന്നു. തന്നെക്കാൾ മുമ്പെങ്ങനെ അയാൾ ഇവിടെ വന്നു? ധനികവൃദ്ധൻ ആലോചിച്ച് തലമുണ്ണാക്കിയത് മിച്ചം. തിരികെ അയാൾ ഏകനായി യാത്ര ചെയ്തു. ജെറുസലേമിൽ നിന്ന് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെത്തിയപ്പോൾ അയാൾക്ക് ക്ഷീണം വർദ്ധിച്ചു വന്നു. ഒടുവിൽ വഴിവക്കിൽ വീണുപോയ അയാളെ ഒരു വീട്ടുകാർ സസന്തോഷം അവരുടെ ഭവനത്തിൽ സ്വീകരിച്ചു. അവരാണ് ദരിദ്രവൃദ്ധനെക്കുറിച്ചും അയാൾ തങ്ങൾക്ക് ചെയ്ത സഹായത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞത്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ധനികവൃദ്ധന് വലിയ സന്തോഷമായി. തന്റെ സുഹൃത്തിന് അയാൾ മനസ്സിൽ നന്ദി പറഞ്ഞു. വിശുദ്ധ മദർ തെരേസ പറയുന്നുണ്ട്, സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും നൽകും എന്ന്. നാം നടത്തുന്ന തീർത്ഥാടനേക്കാൾ വലുതാണ് നമ്മുടെ സ്നേഹപ്രവൃത്തി. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.